ഹായ് ഓൾ, ദർശന അക്കാദമിയുടെ നീറ്റ് ഫ്ലിക്സ് ബയോളജി ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം ടോട്ടൽ സ്കോർ ഓഫ് നീറ്റ് എത്രയാടാ? 720. അതിൽ ബയോളജിയുടെ കോൺട്രിബ്യൂഷൻ 360 ആണ്. അത് ഫുൾ അടിച്ചെടുക്കാൻ വേണ്ടി ദർശന അക്കാദമി നിങ്ങളോടൊപ്പം ചേരുകയാണ് നീറ്റ് ഫ്ലിക്സുമായി. നമ്മൾ ഇന്ന് എന്താണ് ചെയ്യുക? ബോട്ടണി, സുവോളജി എന്ന ഏരിയ സെപ്പറേഷൻ നമുക്കറിയാം ഇത്തവണ മുതൽ നീറ്റിന് ഇല്ല എങ്കിലും നമുക്കറിയാം നമ്മൾ അങ്ങനെ പഠിക്കാറുണ്ട്. 90 ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞ ബയോളജിയിലുള്ളത്. ടോട്ടൽ 360 മാർക്സ് ആണ്. റൈറ്റ്? സി, അതിലേക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്? നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുക ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, ഇൻ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഫിസിയോളജി ഏരിയ ആണ് മക്കളെ. നമുക്കറിയാം ബയോളജി നമുക്ക് ചെയ്യുമ്പോൾ 90 ക്വസ്റ്റ്യൻസ് 90യും ശരിയാക്കണം. റൈറ്റ്? ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് അല്ലെങ്കിൽ നമുക്ക് ചോയ്സസ് ഇല്ല. റൈറ്റ്? ഫുൾ ചെയ്യണം, ഫുൾ ശരിയാക്കും ഡെഫിനറ്റ്ലി. അങ്ങനെ ഇതിന്റെ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന ഫിസിയോളജിയുടെ ചാപ്റ്റർ എടുക്കുമ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 3 ക്വസ്റ്റ്യൻസ്, ഒരു ആവറേജ് 2-3 ക്വസ്റ്റ്യൻസ് ആണ് 2020 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങളുള്ളത്. റെസ്പിറേഷൻ പ്ലാന്റ്സ് എടുക്കുമ്പോൾ അവിടെയും അപ്രോക്സിമേറ്റ് 2-3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എപ്പോഴും ഒരു 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് മക്കളെ. എങ്ങനെ നമുക്ക് ഈ ചാപ്റ്ററിനെ സ്മാർട്ടായിട്ട് അടിച്ചെടുക്കാം, എങ്ങനെ നീറ്റിന് ഫുൾ ഈ ഏരിയ സ്കോർ ചെയ്യാം, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നോക്കാം. സി, ആദ്യം ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ ഈ ചാപ്റ്റർ? യെസ്, ഡെഫിനറ്റ്ലി യു ലൈക്ക് ദിസ് ചാപ്റ്റർ, റൈറ്റ്? ആൻഡ് നമുക്കറിയാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ C4 പ്ലാന്റ്സ് കാൽവിൻ സൈക്കിൾ ഒക്കേഴ്സ് എന്നൊരു ചോദ്യമാണ്. സി, അതിന്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് ഓൾറെഡി നിങ്ങളിൽ പലരും ഇതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ സ്മാർട്ട് വർക്കർ ആണ്, ദർ ഇസ് നോ ഡൗട്ട്. ഓക്കെ, ഡാർക്ക് റിയാക്ഷൻ നമുക്കറിയാം C3 സൈക്കിൾ ഉണ്ട്. റൈറ്റ്? ഡാർക്ക് റിയാക്ഷൻ ഏതൊക്കെയുണ്ട്? C3 സൈക്കിൾ. റൈറ്റ്? C3 സൈക്കിൾ ഉണ്ട്. ഡാർക്ക് റിയാക്ഷൻ C3 സൈക്കിൾ ഉണ്ട്. റൈറ്റ്? യെസ്, C3 സൈക്കിൾ ഓർ കാൽവിൻ സൈക്കിൾ. നമുക്കറിയാം 20-25 ഡിഗ്രി സെൽഷ്യസ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഉള്ളവരാണ് ഈ പാത്വേ കാണിക്കുക. ഇവിടെ കാർബോക്സിലേഷൻ ഉണ്ട്, റിഡക്ഷൻ ഉണ്ട്, റീജനറേഷൻ ആണ്. കാർബോക്സിലേഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്ത് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് 3 കാർബൺ 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോൺ ആസ് C3 സൈക്കിൾ ഡിസ്കവേർഡ് ബൈ മെൽവിൻ കാൽവിൻ. Therefore it is known as Calvin cycle. Reduction in each step 2 ATP and 2 NADPH used. Right? Clear? And ഫോം ട്രയോസ് ഫോസ്ഫേറ്റ്. വീണ്ടും നമുക്ക് റീജനറേഷൻ നടക്കാൻ വേണ്ടി ഒരു ATP ഉപയോഗിക്കും. ആൻഡ് ഫോം അഗെയിൻ റിബുലോസ് 1,5 ബിസ് ഫോസ്ഫേറ്റ് 5 കാർബൺ കോമ്പൗണ്ട് അല്ലെ, 5 കാർബൺ കോമ്പൗണ്ട്. അതാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ച് 2 മോളിക്യൂൾ ഓഫ് 3 കാർബൺ, ദാറ്റ് ഈസ് 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആവും. റൈറ്റ്? ഓക്കെ, ദാറ്റ് ഈസ് 1 സൈക്കിൾ. അങ്ങനെ 6 സൈക്കിൾസ് കറങ്ങുമ്പോഴാണ് മക്കളെ ഒരു ഗ്ലൂക്കോസ് ഉണ്ടാവുക. അപ്പോൾ ടോട്ടൽ റിക്വയർ 18 ATP. റൈറ്റ്? and 12 NADPH. നമുക്കറിയാം for the production of 1 glucose, right? For the production of 1 glucose. Okay, അത് നമുക്കറിയാം. Then next C4 pathway is known as Hatch and Slack pathway. First stable product is a 4 carbon compound oxaloacetic acid. ഇത് കാണുന്ന ട്രോപ്പിക്കൽ റീജിയനിലാണ്. ഈ ചെടിക്ക് എന്തുണ്ട്? ക്രാൻസ് അനാട്ടമി. റൈറ്റ്? 30-40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. മീസോഫിൽ ബണ്ട് ഷീറ്റിനെ ചുറ്റി റിങ് വെച്ച പോലെ, റീത്ത് വെച്ച പോലെ ഇരിക്കുന്നുണ്ട്. ഇനി എന്ത് വിളിച്ചു? ക്രാൻസ് അനാട്ടമി. മീസോഫിൽ ബണ്ടിൽ ഷീറ്റ് സെൽ 2 cells are required for the DAC reaction. സ്പേഷ്യസ് സെപ്പറേഷൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം PEP കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ച് ഓക്സൽ ആസിഡിക് ആസിഡ് ആയിട്ട് ട്രാൻസ്പോർട്ട്, അഗൈൻ C4 ആസിഡ് മാലിക് ആസിഡ് ആയിട്ട് ട്രാൻസ്പോർട്ട് ടു ദ ബണ്ടിൽ ഷീറ്റ്. അവിടെ ഡീകാർബോക്സിലേഷൻ കാർബൺ ഡൈ ഓക്സൈഡിനെ റുബിസ്കോ കാൽവിൻ സൈക്കിളിൽ അവിടെ നടക്കുന്നുണ്ട്, ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ നടക്കുന്നുണ്ട്. റൈറ്റ്? അവിടെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, എഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്? ആൻഡ് 3 കാർബൺ, അവിടെ കാർബോക്സിലേഷൻ നടക്കുമ്പോൾ നമുക്കറിയാം 3 ATP 2 NADPH അവിടെ ഉപയോഗിക്കുന്നുണ്ട്. 3 ATP 2 NADPH അവിടെ ഉപയോഗിക്കും ഒരു സൈക്കിളിൽ. റൈറ്റ്? ആൻഡ് അഗെയിൻ ദിസ് 3 കാർബൺ കോമ്പൗണ്ട് ട്രാൻസ്പോർട്ട് ടു ദ തിരിച്ചെങ്ങോട്ട് വരും? ബീസോഫിൽ വരും. അവിടെ റീജനറേഷൻ നടക്കുമ്പോൾ വീണ്ടും 2 ATP ഉപയോഗിക്കും. റൈറ്റ്? അഗെയിൻ PEP ആയി മാറും. ദാറ്റ് ഈസ് 1 സൈക്കിൾ. ഒരു സൈക്കിൾ കറങ്ങുമ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ വെളിയിൽ നിന്ന് കയറി വന്നു. ദെൻ 5 ATP and 2 NADPH. അങ്ങനെ 6 സൈക്കിൾസ് കറങ്ങുമ്പോൾ how many ATP require? 30 ATP, 12 NADPH and 6 carbon dioxide. Right? Okay.
and produce 1 molecule of glucose. മക്കളെ ചോദിക്കുന്ന ചോദ്യം എന്താടാ? വേറൊരു ക്വസ്റ്റ്യൻ എന്താ? In order to produce 1 molecule of glucose in C4 plants, how many additional ATP required than C3? ഇവിടെ 30 ആണ്, മറ്റേടത്ത് 18 അല്ലേടാ. അപ്പോൾ ടോട്ടൽ എത്രയാ? 12 ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമുക്കറിയാം വേറൊരു പാത്വേ ഉണ്ട്, CAM പാത്വേ, ദാറ്റ് ഈസ് ക്രാസുലേഷൻ ആസിഡ് മെറ്റബോളിക് പാത്വേ. 0,5 പ്ലാന്റ്സിലുള്ള മോർ ദാൻ 40 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള പ്ലാന്റ്സ് NCERT-ലുള്ള ടേബിളിലുണ്ട്. ആ പോയിന്റ്സ് ഒക്കെ അങ്ങനെ പഠിക്കണം. നമുക്കറിയാം അവർ 0,5 പ്ലാന്റ്സ് ആണ്. അവർക്ക് എന്താണ്? അവർക്ക് ടൈം ടൊമാറ്റോ ഓപ്പൺ ഡ്യൂറിങ് നൈറ്റ്, ടൈം സെപ്പറേഷൻ ആണ് അവിടെ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് എ പോയിന്റ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഇൻ C4 plants, Calvin cycle occurs in cytosol of mesophyll cell? No. Chloroplast of mesophyll cell? No. Cytosol of bundle sheath cell? Cytosol അല്ല, cytoplastil അല്ല, chloroplast of bundle sheath cell. That is the answer for this question. മക്കളെ, are you okay? Okay. And what about the next question? Cyclic photophosphorylation differ from non-cyclic photophosphorylation as the former, right? Cyclic and non-cyclic photophosphorylation is the photophosphorylation that happened during light reaction. Light in the presence of ATP undavuga. Explained by the mechanism of chemi-osmotic hypothesis, right? Okay. Oxidative phosphorylation respiration also explained by chemi-osmotic hypothesis. Namakariyam, right? Chemi-osmotic hypothesis. Okay, and here light reaction non-cyclic photophosphorylation നമുക്കറിയാവുന്ന മക്കളെ എന്താണ് ഇവിടെ സംഭവിക്കുക? 2 ഫോട്ടോ സിസ്റ്റം ഉണ്ട്, PS1 PS2. രണ്ടുപേരും ലൈറ്റിനെ പിടിക്കുന്നു. PS2 നിന്ന് ചാടിപ്പോകുന്ന ഇലക്ട്രോൺ PS1 ചെല്ലും, PS1 നിന്ന് പോകുന്ന NADP ചെല്ലും, വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ PS2 ചെല്ലും, റൈറ്റ്? അപ്പോൾ ATP ഉണ്ടാവുന്നുണ്ട് ബൈ chemiosmotic hypothesis. Proton gradient created between lumen and stroma, right? And NADPH ഉണ്ടാവുന്നുണ്ട്, right? And also water splitting oxygen release. അങ്ങനെ 12 cycles ആണ്, 12 ATP, 12 NADPH, 6 molecule of oxygen and requires 12 molecule of water, right? PS1 PS2. Assimilatory power ATP NADPH formed, right? And cyclic photophosphorylation only PS1 is there, that is takes place in stroma lamella, right? സൈക്ലിക്കിൽ ATP മാത്രം. ദാറ്റ് മീൻസ് PS1 എന്ന് ചാടിപ്പോകുന്ന അതേ ഇലക്ട്രോൺ സൈക്ലിക് ബാക്ക് ടു PS1. അപ്പോൾ ATP മാത്രം ബൈ chemiosmotic hypothesis. NADPH ഇല്ല, വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല, ഓക്സിജൻ റിലീസ് ചെയ്യുന്നില്ല. ഓക്കെ, വാട്ടർ സ്പ്ലിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇലക്ട്രോൺ വാട്ടറിന്റെ ഇലക്ട്രോൺ PS2 ഒന്നും ഇല്ല, ഇലക്ട്രോൺ ചെല്ലുന്നില്ല, റൈറ്റ്? ഓക്കെ, ക്ലിയർ? അപ്പോൾ ക്വസ്റ്റ്യൻ, വാട്ട് അബൌട്ട് ദ ക്വസ്റ്റ്യൻ? Cyclic photophosphorylation differ from non-cyclic photophosphorylation as the former. Former ആരാ? Cyclic photophosphorylation. Synthesis of both ATP and NADPH? No. അത് non-cyclic na. Does not require external source of electron. Who is the external source of electron, makkale? Can you answer the question? Who is the external source of electron? Is actually water, right? Water. വാട്ടർ ഇല്ലല്ലോ ഇവിടെ. വാട്ടറിന്റെ ഇലക്ട്രോൺ അല്ലേടാ non-cyclic ആർക്ക് കൊടുക്കുന്ന? PS2. അത് ഇവിടെ ഇല്ല. Yes, that is correct. Does not require external source of electron. Correct. It is associated with the photolysis of water. Cyclic photophosphorylation photolysis illalo. Does not require external source of electron illa. Involve 2 different photosystem 1 and 2 illa. Appa cyclic photophosphorylation matram badagam. Does not require external source of electron. Cyclic photophosphorylation differs from non-cyclic photophosphorylation as the former, right? Kidiyo? Okay, that's about this question, right? Makkale, അങ്ങനെ വളരെ സ്മാർട്ടായിട്ട് പഠിക്കുക. ഒരു ഏരിയ പഠിക്കുമ്പോൾ, ഒരു ഏരിയ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആംഗിളിൽ ആ ക്വസ്റ്റ്യനെ ചിന്തിച്ച് ഏറ്റവും സ്മാർട്ടായിട്ട് പഠിക്കേണ്ട ദിവസങ്ങളാണ് നമ്മുടെ റിവിഷൻ ഡേയ്സ്. ഓക്കെ, then next is accessory pigments. See, accessory pigments എന്ന് പറയുമ്പോൾ എന്താണ്? What is the main purpose of accessory pigment? Absorb light at different wavelength and also protect chlorophyll A from photo-oxidation, right? Accessory pigment ഏതൊക്കെയാണ്? Accessory pigment നമുക്കറിയാം light harvesting complex, group of pigments associated with the protein to form light harvesting complex. It consists of single reaction center. Chlorophyll A is the reaction center. Reaction center or access, that is photosynthetic pigment ആയിട്ടുള്ള റിയാക്ഷൻ സെന്റർ, റൈറ്റ്? അവനാണ് ലൈറ്റിൽ, അവനിലേക്കാണ് ലൈറ്റ് ചെല്ലുക, റൈറ്റ്? അപ്പോൾ അബ്സോർബ് ചെയ്യുന്ന ആരാണ്? ആക്സസറി പിഗ്മെന്റ്. വിച്ച് ആർ ദ ആക്സസറി പിഗ്മെന്റ്? ക്ലോറോഫിൽ ബി, കരോട്ടിനോയിഡ്. കരോട്ടിൻ നമുക്കറിയാം, കരോട്ടിനോയിഡ്സ്
കരോട്ടീൻ ആൻഡ് സാന്തോഫിൽ. സാന്തോഫിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യെല്ലോ കളറാണ്. കരോട്ടീനോട് യെല്ലോ ടു യെല്ലോ ഓറഞ്ച്. ആൻഡ് ക്ലോറോഫിൽ ബി ദാറ്റ് ഈസ് യെല്ലോ ഗ്രീൻ. ക്ലോറോഫിൽ എ ബ്രൈറ്റ് ഗ്രീൻ ഓർ ബ്ലൂ ഗ്രീൻ, റൈറ്റ്? ഈ കളറുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിഗ്മെന്റ്സ് എന്താണ്? വാട്ട് യു മീൻ പിഗ്മെന്റ്സ്? NCERT sentence. Pigments are the substance which can absorb light at specific wavelength. ഓക്കെ, അപ്പോൾ ലൈറ്റിനെ പിടിച്ച് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം. PS1, PS2. PS1ന്റെ മാക്സിമം അബ്സോർപ്ഷൻ പീക്ക് ഈസ് 700 നാനോമീറ്റർ ആണെങ്കിൽ PS2 ഈസ് 680 നാനോമീറ്റർ, റൈറ്റ്? Okay, P700, P680. Accessory pigments absorb light of different wavelength and prevent photo-oxidation from chlorophyll A. Correct. Include all pigments other than chlorophyll B. Alla chlorophyll A ആയിരുന്നു. That is not correct. Are called antennae molecule which trap energy from chlorophyll molecules. Chlorophyll molecules in the light നേരെ പിടിക്കും, right? Light നേരെ പിടിക്കും. Clear? And what about next? Can absorb only narrow range of wavelength of visible spectrum. No, wide ആയിട്ട് absorb ചെയ്യും. അപ്പോൾ this is the answer. First is the answer for this question. മക്കളെ clear? Okay. And what about next? Next question. Select the incorrect statement with respect to photosynthesis. മക്കളെ എല്ലാവരും ആലോചിച്ചോ? ക്വസ്റ്റ്യൻ എല്ലാവരും ആലോചിച്ച് ഉത്തരം പറഞ്ഞോ? കാർബൺ ഡയോക്സൈഡ് ഇൻകറക്റ്റ് എന്ന് കറക്റ്റ് എന്നുള്ളതൊക്കെയാണ് ബയോളജി തെറ്റിക്കുന്ന മക്കളെ. അത് ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ടാർഗറ്റ് ആണ് 360 ഫോർ ബയോളജി. Carbon dioxide is the major limiting factor for photosynthesis. Of course, that is correct. The dark reaction is being enzymatic at temperature control. Of course, 20-25 C3, 30-40 C4, more than 40 CAM pathway, right? The primary carbon dioxide accepted in the Calvin cycle is a 2-carbon compound ആണെന്ന് ആദ്യമൊക്കെ വിചാരിച്ചു, പിന്നെ മനസ്സിലായി അതിൽ 5-carbon compound ആണ്, ribulose 1,5-bisphosphate. That is not correct. 2-carbon alla 5-carbon. That is not correct. Photosynthesis is a physico-chemical process and physical chemistry, right? Correct. In which green plants use light energy to drive synthesis of organic compound. Light is converted to ATP, photochemical reaction. Correct. Which is the incorrect? Third one. Okay, settle it. Okay. മക്കളെ photosynthesis, light reaction, dark reaction, pigment കാര്യങ്ങളൊക്കെ പറഞ്ഞു, right? ശ്രദ്ധിച്ചു പഠിക്കുക. ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് പഠിക്കുക. ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ FF ബ്ലാക്ക്മാൻ, റൈറ്റ്? ദെൻ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാം ഡീകാർബോക്സിലേഷൻ ഒക്കേഴ്സ് ഡ്യൂറിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺവേർഷൻ സ്റ്റെപ്പ്? ഡീകാർബോക്സിലേഷൻ നമുക്കറിയാമടാ. ഗ്ലൈക്കോലൈസിസിൽ ഡീകാർബോക്സിലേഷൻ ഇല്ല. ലിങ്ക് റിയാക്ഷനിൽ ഡീകാർബോക്സിലേഷൻ ഉണ്ട്. പൈറുവിക് ആസിഡ് ഡീകാർബോക്സിലേഷൻ ഇൻ ദ മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സ് ടു ഫോം അസറ്റൈൽ കോയെ. 3 carbon 2 carbon ആവും അവിടെ, റൈറ്റ്? പിന്നെ നമുക്കറിയാം OC, ദാറ്റ് ഈസ് നമ്മുടെ സ്ക്രബ് സൈക്കിൾ. ഓർത്തേടാ, സിട്രിക് ആസിഡ് സൈക്കിൾ ഓർ ക്രബ് സൈക്കിൾ ഓർ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിളില് നമുക്കറിയാം അവിടെ 2 സ്ഥലത്ത് ഡീകാർബോക്സിലേഷൻ നടക്കുന്നുണ്ട്. ലിങ്ക് റിയാക്ഷനിൽ ഒരു സ്ഥലത്ത് എന്ന് പറയുമ്പോൾ 2 തവണ കറങ്ങുമ്പോൾ 2 കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ക്രബ് സൈക്കിൾ 2 തവണ കറങ്ങുമ്പോൾ 4 കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ടോട്ടൽ 6 കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എയറോബിക് റെസ്പിറേഷൻ വഴി റിലീസ് ചെയ്യുക, റൈറ്റ്? അപ്പോൾ ചോദ്യം ഇതാണ്, വാട്ട്സ് എ ക്വസ്റ്റ്യൻ? പൈറുവിക് ആസിഡ് അസറ്റൈൽ കോയെ ആകുമ്പോൾ ഡീകാർബോക്സിലേഷൻ നടക്കുന്നത് എങ്ങനെയാണ് എളുപ്പം മനസ്സിലാക്കുന്നത്? കാർബൺ നമ്പർ എത്രയാണ്? പൈറുവിക് ആസിഡ് 3, അസറ്റൈൽ കോയെ 2. യെസ്, 3-2 ആയപ്പോൾ ഡീകാർബോക്സിലേഷൻ നടക്കുന്നു. ഡെഫിനറ്റ്ലി നടക്കുന്നുണ്ട്. ലിങ്ക് റിയാക്ഷൻ. Then malic acid, oxaloacetic acid. No, malic acid is 4 carbon, oxaloacetic acid 4 carbon, അവിടെ ഡീകാർബോക്സിലേഷൻ ഇല്ല. സക്സിനിക് ആസിഡ്, ഫ്യൂമറിക് ആസിഡ് ആകുമ്പോൾ ഡീകാർബോക്സിലേഷൻ ഇല്ല. 2 4 carbon ആണ്. ഓക്സലോഅസിറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ് ആകുമ്പോൾ ഡീകാർബോക്സിലേഷൻ ഇല്ല, റൈറ്റ്? ഓക്സലോഅസിറ്റിക് ആസിഡ് condensed with acetyl CoA with the help of citrate synthase to form citric acid, the first stable product of Krebs cycle. Therefore, this Krebs cycle is known as citric acid cycle. Okay, that's the point. That's the answer. മക്കളെ ഇങ്ങനെ ശ്രദ്ധിച്ച് പഠിക്കുക. ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഡിഫറെന്റ് ആംഗിൾ, ഡിഫറെന്റ് കോൺസെപ്റ്റ്, ക്ലാരിറ്റി ഡെവലപ്പ് ചെയ്ത് പഠിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണേ. Okay, and what about the next? Direct gain of ATP through one citric acid cycle. Citric acid cycle or ഒറ്റ സ്ഥലത്ത് മാത്രമേ ഒരു ATP. One Krebs cycle means breakdown of 1 molecule of acetyl CoA. 1 molecule of acetyl CoA break down ചെയ്യുമ്പോൾ മക്കളെ നമുക്കറിയാം ഒരൊറ്റ ATP ഉണ്ടാവുന്നുള്ളൂ. While succinyl CoA, right? Succinyl CoA break down to succinic acid, നമ്മുടെ സൂസി, ആൻഡ് CoA, right? ATP formation അങ്ങനെ ചോദിക്കും.
Direct gain of ATP through one citric acid cycle. Direct. What's the point? Direct, not net result of Krebs cycle. Alla. Direct gain of ATP through one citric acid cycle is 1 molecule of ATP. Net gain എന്ന് പറയുമ്പോൾ ആണ്, net result എന്ന് പറയുമ്പോൾ അത് 12 ആണ്. പക്ഷേ direct gain എന്ന ചോദ്യം, direct gain of ATP through one citric acid cycle, that is substrate level phosphorylation in Krebs cycle. One Krebs cycle is 1 succinyl-CoA becomes succinic acid. ആ question വളരെ 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 important ആണ്. Net result of Krebs cycle direct ATP different ആണ്. Okay da? അപ്പോൾ 1 molecule of ATP is through one citric acid cycle, direct gain. Clear? And next, mark the respiratory substrate that has the lowest RQ value among the following. Right, RQ. What is RQ? Respiratory quotient is volume of carbon dioxide equal to the volume of oxygen consumed. Glucose അല്ലെങ്കിൽ carbohydrate RQ is 1. And fat and protein RQ is less than 1, right? Less than 1. Fat and protein less than, RQ is less than 1, right? And what about organic acid on a respiratory substrate? Engel RQ is greater than 1. RQ value is greater than 1. RQ value is greater than 1. Okay. And anaerobic respiration RQ is infinity. Anaerobic respiration RQ is infinity, right? And ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്, ഈക്വൽ വോളിയം ഓഫ് ഓക്സിജൻ റിലീസ് ടു ദ വോളിയം ഓഫ് കാർബൺ ഡയോക്സൈഡ് റിലീസ് ടു ദ വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ആണ് RQ1. വോളിയം ഓഫ് കാർബൺ ഡയോക്സൈഡ് റിലീസ്ഡ് ഇസ് ലെസ് ദാൻ കൺസ്യൂംഡ് ഓക്സിജൻ ആണെങ്കിൽ RQ is less than 1. റിലീസ്ഡ് കാർബൺ ഡയോക്സൈഡ് is greater than കൺസ്യൂംഡ് ഓക്സിജൻ ആണെങ്കിൽ RQ is greater than 1. ആൻഡ് വീണ്ടും കാർബൺ ഡയോക്സൈഡ് യൂസ് ചെയ്തു, ഓക്സിജൻ യൂസ് ചെയ്തു, കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്തില്ല എങ്കിൽ ദാറ്റ് ഈസ് 0. എന്നാൽ ഓക്സിജൻ യൂസ് ചെയ്യാതെ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്തെങ്കിൽ ഇൻഫിനിറ്റി RQ. വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, ചെറിയൊരു ഏരിയ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ്. മക്കളെ ശ്രദ്ധിച്ച് പഠിക്കുക. Mark the respiratory substrate that has the lowest RQ value among the following. See, fatty acid tripalmitin എത്രയാടാ? 0.7. Protein 0.9. Carbohydrate, that is 1. Malic acid is 1.33, right? Oxaloacetic acid is 4. Here answer ഏറ്റവും കുറവാർക്ക fatty acid tripalmitin 0.7. 0.9 protein, അതിനുശേഷം carbohydrate, then malic acid, oxalo, that is organic acids. Okay da? Okay. And what about the next area? See, നമുക്കറിയാം respiration plants-ൽ നമുക്ക് different questions, നമുക്ക് different areas ഉണ്ട്. Glycolysis, glucose is converted to pyruvic acid. Glucose is that is partial breakdown to become pyruvic acid. That is 3 carbon, 2 molecules of pyruvic acid, right? അതിനുശേഷം pyruvic acid enter into the mitochondrial matrix, decarboxylation, dehydrogenation, form acetyl-CoA. Then Krebs cycle acetyl-CoA is completely break down to form. Acetyl-CoA is completely break down during Krebs cycle and form. നമുക്കറിയാം 2 cycle വേണം ഒരു ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് 24 ATP. And what is the net result of aerobic respiration is 38 ATP in generally, and also in prokaryotes 38, whereas in eukaryotes 36. Number of oxygen used 6, number of water produced 6, number of carbon dioxide released 6. Whereas in photosynthesis നമുക്കറിയാം ഒരു Krebs അല്ലെങ്കിൽ ഒരു Calvin cycle കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ഗ്ലൂക്കോസ് ഉണ്ടാകുമ്പോൾ number of carbon dioxide used 6, number of ATP used 18, number of NADPH used 12, right? Whereas in C4 pathway, ഒരു ഗ്ലൂക്കോസ് ഉണ്ടാകുമ്പോൾ number of carbon dioxide used 6, number of ATP used 30, number of NADPH used 12. See, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതിനെ കണക്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെ ഫിസിയോളജിയിൽ നിന്ന് ഫുൾ അടിക്കണം, റൈറ്റ്? ഫുൾ അടിക്കണം. രണ്ട് 10 ക്വസ്റ്റ്യൻസ് ചോദിക്കും ഫിസിയോളജി. കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു ഇതെടുത്ത് സ്കോർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 അല്ലെങ്കിൽ 9, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ് 10. ഓക്കെ, ശ്രദ്ധിച്ച് പഠിക്കുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാം. മക്കളെ, വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ചാപ്റ്റർ, പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. Growth is irreversible, permanent in size of an organ or its part or individual cell, right? Plant growth is indeterminate. Plant growth is measurable, right? We use different parameters to measure plant growth. Clear? And plant growth in the different phases. That is region of meristematic, elongation, maturation. Different growth rate, right? Right? നമുക്കറിയാം arithmetic growth and geometric growth. ക്ലിയർ? അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, ട്രൂ ഓർ ആൻഡ് സ്റ്റേറ്റ് ട്രൂ, ടി ഓർ ഫോൾസ്.
Relative growth rate is measurement and comparison of total growth per unit time. Growth rate. What is arithmetic growth? Each dot is divided while other differentiate and mature to perform what particular function. LT is equal to L0 plus RT is arithmetic, graph is linear. Whereas in geometric growth, or that is there is first growth is lag, log or exponential and stationary, S shape or sigmoid curve. W1 is equal to W0 e raised to RT. Then quantitative comparison of growth of two living system ആണ് ഏതൊക്കെ growth? Absolute growth and relative growth. Absolute growth എന്നാടാ? Total growth per unit time. That is called absolute growth. Here രണ്ട് A1 ആകുമ്പം 5 10 ആയി, B1 ആകുമ്പം 50 55 ആയി. രണ്ടിടത്തും 2 ദിവസം കൊണ്ടാണ് ഈ ഗ്രോത്ത് എങ്കിൽ രണ്ടിടത്തും 5 സെന്റിമീറ്റർ ആണ് ഗ്രോ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് അബ്സല്യൂട്ട് ഗ്രോത്ത് ഈസ് സെയിം. ആൻഡ് വാട്ട് ഈസ് റിലേറ്റീവ് ഗ്രോത്ത്? റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ്, that is growth of given system expressed in a common base. Here initial growth, നേരത്തെ 5 ആയത് 10 ആയെന്ന് പറയുമ്പോൾ എയ്ക്കല്ലയുടെ ഗ്രോത്ത് കൂടുതൽ റിലേറ്റ് ചെയ്യുമ്പോൾ 5 10 ആയി, ബി 50 55 ആയുള്ളൂ, റിലേറ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞു, റൈറ്റ്? അപ്പോൾ ഹിയർ എ ഹാസ് മോർ റിലേറ്റീവ് ഗ്രോത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് റിലേറ്റീവ് ഗ്രോത്ത് ആൻഡ് അബ്സല്യൂട്ട് ഗ്രോത്ത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ read the below given assertion and reason and select the correct option, right? Assertion reason വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്കറിയാം, റൈറ്റ്? നമുക്കറിയാം. Assertion, plants exhibit plasticity in the development. What is plasticity? Plants follow different pathway in response to environment and development, right? Yes, growth, correct. Plasticity നടത്തും. പ്ലാസ്റ്റിസിറ്റിക്ക് എക്സാമ്പിൾ ആണ് heterophyly, right? Heterophyly is an example for plasticity. Two types of heterophyly, developmental and environment. Developmental heterophyly example ആണ് cotton, coriander, larkspur. Cotton, coriander, larkspur. Right? And environmental heterophyly ആണ് buttercup. That is Ranunculus flabellaris അറിയപ്പെടും. Ranunculus flabellaris. Very important area. അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ശരിയാണ് ആ സ്റ്റേറ്റ്മെന്റ്. 2, ഡെവലപ്മെന്റ് ഡസ് നോട്ട് ലീഡ് ടു സെനസൻസ് ആൻഡ് ഡെത്ത്. ഡെവലപ്മെന്റിന്റെ ഭാഗമല്ലേടാ സെനസൻസ് ഡെത്ത്. ഡസ് നോട്ട് ലീഡ് എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? ഇപ്പൊ പ്ലാന്റ്സ് എക്സിബിറ്റ് പ്ലാസ്റ്റിസിറ്റി ഇൻ ദ ഡെവലപ്മെന്റ് ശരി, ഡെവലപ്മെന്റ് ഡസ് നോട്ട് ലീഡ് ടു സെനസൻസ് ആൻഡ് ഡെത്ത് തെറ്റ്. ദ ലൈറ്റ് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. Assertion is correct, whereas reason is false. Does not എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? Leads to, right? Okay. അപ്പോൾ assertion is true statement but reason is false is the correct answer for this question. അങ്ങനെ assertion reason ഒക്കെ ഏറ്റവും സ്മാർട്ട് ആയിട്ട് പഠിക്കണം, ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കണം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, assertion, match the column, ടൈം മാനേജ്മെന്റ്, ഡയഗ്രാം ക്വസ്റ്റ്യൻസ്, ടൈം മാനേജ് ചെയ്യണം, കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യണം, ഏറ്റവും മിടുക്കറായിട്ട് പഠിക്കണം. നമ്മൾ പ്ലാൻ ഫിസിയോളജിയാണ് ഡീൽ ചെയ്ത ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, പ്ലാൻ ഗ്രോത്ത്. അപ്പോൾ നിങ്ങൾക്ക് സ്കോർ അടിക്കാം ഏതാണ്ട് 10 ക്വസ്റ്റ്യൻസോളം ഈ ഏരിയ എന്ന് ചോദിക്കും. നന്നായി പഠിക്കുക. ഇനി സുവോളജിയുമായിട്ട് സാറ് ചേരുകയാണ്. മിടുക്കരായിട്ട് പഠിക്കുക, നന്നായി പഠിക്കുക, ഏറ്റവും നന്നായി പഠിക്കുക, ഏറ്റവും സ്മാർട്ടായിട്ട് ഈ ദിവസങ്ങളിൽ സെൽഫ് വർക്കിലൂടെ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുക. ബയോളജി 360 ആൻഡ് യുവർ സ്കോർ ഫോർ നീറ്റ് ഈസ് 720. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഹായ് സ്റ്റുഡൻസ്, നമുക്കിനി സുവോളജി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റിഗ്രേഷൻ, ആനിമൽ കിങ്ഡം, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽ. ഈ 3 ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജുള്ള ചാപ്റ്ററുകൾ ആനിമൽ കിങ്ഡം, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് ആണ്. നോക്കൂ, കഴിഞ്ഞ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. 2024 കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ആനിമൽ കിങ്ഡം, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് 4 ക്വസ്റ്റ്യൻ വീതം ഉണ്ടായിരുന്നു. എന്നാൽ 2021 ആനിമൽ കിങ്ഡത്തിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏതായാലും ആനിമൽ കിങ്ഡം ആൻഡ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റിഗ്രേഷൻ എന്ന ചാപ്റ്ററിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻസും നോക്കാം. ആദ്യം കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റിഗ്രേഷൻ.
നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. തൈറോക്സിൻ, എരിത്രോപോയിറ്റിൻ, കോർട്ടിസോൾ, സെക്രീറ്റിൻ ഇതെന്ന് പറയുന്നത് എല്ലാം തന്നെ ഹോർമോൺസ് ആണ്. ഹൗ മെനി ഓഫ് ദി ഹോർമോൺസ് ഗിവൺ ഇൻ ദി ബോക്സ് എബോവ് ആർ ഇൻവോൾവ് ഇൻ എരിത്രോപോയിസിസ്? സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ. നമുക്ക് നോക്കാം ഇത് എരിത്രോപോയിസിസ് എന്താണെന്ന് നോക്കാം. നോക്കൂ, എരിത്രോപോയിസിസ് എന്ന് പറഞ്ഞാൽ ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എരിത്രോസൈറ്റ്സ്. ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എരിത്രോസൈറ്റ്സ്. Erythrocytes are formed in the red bone marrow in some animal, some bone of animal is in erythropoiesis taking place in the red bone marrow of some bone. അപ്പോൾ എരിത്രോപോയിസിസ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എരിത്രോസൈറ്റ്സ്. ഹീമോപോയിസിസ് എന്ന് പറഞ്ഞാൽ എല്ലാ സെൽസും, ബ്ലഡ് സെൽസ് എല്ലാം ഫോം ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഹീമോപോയിസിസ് എന്ന് പറയുന്നത്. ഏതായാലും ഇതെല്ലാം എന്താണ്? ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദി റെഡ് ബോൺ മാരോ. ഇൻ റെഡ് ബോൺ മാരോ ദർ ആർ സ്റ്റെം സെൽസ് ഉണ്ട്. ഈ സ്റ്റെം സെൽസ് ആണെന്ത്? ഈ ബ്ലഡ് സെൽസ് ഫോം ചെയ്യുന്നത്. ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ചില ഹോർമോൺസ് ഉണ്ട്. ഏതെല്ലാം ഹോർമോൺസ് ആണ്? തൈറോക്സിൻ പ്രൊഡ്യൂസ്ഡ് ഫ്രം തൈറോയ്ഡ് ഗ്ലാൻഡ്, എരിത്രോപോയിറ്റിൻ സെക്രീറ്റഡ് ബൈ കിഡ്നി. എരിത്രോപോയിറ്റിൻ ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? കിഡ്നി. ദെൻ കോർട്ടിസോൾ ഈസ് സെക്രീറ്റഡ് ബൈ അഡ്രീനൽ ഗ്ലാൻഡ്. ഓക്കെ, അപ്പോൾ 3 ഹോർമോൺസും എന്താണ് ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന മെയിൽ സെക്സ് ഹോർമോണിനും ഇങ്ങനത്തെ ഒരു റോളുണ്ട്. നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നോക്കൂ, ഹൗ മെനി ഓഫ് ദി ഹോർമോൺസ് ഗിവൺ ഇൻ ദി ബോക്സ് അബോവ് ആർ ഇൻവോൾവ് ഇൻ എരിത്രോപോയിസിസ്? സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ എന്താണ്? തൈറോക്സിൻ ഉണ്ട്, നമുക്കറിയാം. എരിത്രോപോയിറ്റിൻ ഉണ്ട്, കോർട്ടിസോൾ ഉണ്ട്. പക്ഷേ സെക്രീറ്റിൻ എന്താണ്? അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഇല്ല. സെക്രീറ്റിൻ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് മ്യൂക്കോസ ഓഫ് ദി ഇൻഡസ്റ്റൈൻ്റെ മ്യൂക്കോസയാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. ഇത് എന്താണ്? ഡൈജഷനുമായിട്ട് ബന്ധമുള്ള ഒരു ഹോർമോണാണെന്ന് നമുക്കറിയാം അല്ലേ? നോക്കൂ, ഡൈജഷനും അബ്സോർപ്ഷനും ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് secretin. Secretin is secreted by the mucosa of the intestine, small intestine. It activates the pancreas and it helps the absorption of water by the intestinal mucosa. Then how many? അപ്പോൾ എന്താണ് ഉത്തരം? എന്താണ്? 3 ഹോർമോൺസ് ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ എന്താണ്? 4th ഓപ്ഷനാണ് ഇതിനകത്ത് ആൻസർ. ദെൻ മാച്ച് ദി കോളം. മാച്ച് ദി കോളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി കോളം. കോളം 1 ആൻഡ് കോളം 2. പാർസ് ഡിസ്റ്റാലിസ്, പാർസ് ഇന്റർമീഡിയ ആൻഡ് പാർസ് നെർവോസ. ഇത് 3 നമുക്കറിയാം എന്താണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പാർട്സ് ആണ്. നമുക്ക് നോക്കാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നോക്കൂ, ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും കൂടി കാണിക്കുന്ന ഒരു ഡയഗ്രമാണ്. ഹൈപ്പോതലാമസിൽ നിന്നും എന്താണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഫോം ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? നോക്കൂ, ഈ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇൻഫൻറ്റിബുലം എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 3 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പാർട്സ് ഡിസ്റ്റാലിസ്, പാർട്സ് ഇന്റർമീഡിയ ആൻഡ് പാർട്സ് നെർവോസ. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിക്കാണ് എന്ത് പറയുന്നത്? പാർട്സ് നെർവോസ. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിക്കാണ് പാർട്സ് ഡിസ്റ്റാലിസ് എന്ന് പറയുന്നത്. മിഡിൽ ലോബാണെന്ത്? പാർട്സ് ഇന്റർമീഡിയ. അപ്പോൾ പാർട്സ് ഇന്റർമീഡിയയും പാർട്സ് ഡിസ്റ്റാലിസും കൂടി ചേരുന്നതാണ് ശരിക്കും അഡിനോ ഹൈപ്പോഫൈസിസ് അഥവാ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. നമുക്ക് എന്താണ്? വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കൂ, പാർട്സ് ഡിസ്റ്റാലിസ് സെക്രീറ്റ് ചെയ്യുന്നത് സെവറൽ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണെന്ത്? അതിൽ ഒരു ഹോർമോണാണ് TSH. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് 2 ആണ്. കണ്ടോ, എയ്ക്ക് മാച്ച് ചെയ്യുന്നത്. പാർട്സ് ഇന്റർമീഡിയ ഒരു ഹോർമോൺ മാത്രമാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. നോക്കൂ, മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്താണ്? ബി മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ.
അല്ലേ. അടുത്തത് പാർസ് നെർവോസ. പാർസ് നെർവോസ എന്ന് പറയുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിക്കാണ്. ഇത് ഒരു ഹോർമോണിനെയും സെക്രീറ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. ഇറ്റ് സ്റ്റോർ ദി ഹൈപ്പോതലാമിക് ഹോർമോൺ. ഹൈപ്പോതലാമിക് ഹോർമോൺ ഏതൊക്കെയാണ്? ADH അല്ലേ, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ഓർ വാസോപ്രസിൻ അല്ലേ, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ഓർ വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ. ഈ രണ്ട് ഹോർമോണിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് പാർസ് നെർവോസയുടെ ഫങ്ഷൻ. അപ്പോൾ എന്താണ് ഇതിന് ചേരുന്നത്? എന്താണ്? ADH ആണ്. അപ്പോൾ എന്താണ്? C3 അല്ലേ. നോക്കൂ, അപ്പോൾ A2, B1 ആൻഡ് C3. അപ്പോൾ ഏതാണ്? തേർഡ് ഓപ്ഷൻ. ഓക്കെ. Next question. A person is suffering from nervousness, sweating, high level of blood sugar, high blood pressure. ഇതെല്ലാം എന്താണ്? ചില പ്രത്യേക സ്ട്രെസ് ഉള്ള അല്ലെങ്കിൽ എമർജൻസി കേസിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് അല്ലേ. ദീസ് സിംറ്റംസ് റെഫർ ടു ദി റിലീസ് ഓഫ് കാറ്റക്കോൾ അമീൻ. കാറ്റക്കോൾ അമീൻസ് ഫ്രം. കാറ്റക്കോൾ അമീൻസ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് എവിടെ നിന്നാണ്? അഡ്രീനൽ മെഡുല്ലയിൽ നിന്നാണ്. അഡ്രീനൽ മെഡുല്ല നമുക്ക് നോക്കാം. അഡ്രീനൽ ഗ്ലാൻഡ് കണ്ടോ? അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന കിഡ്നിയുടെ മുകളിൽ ഇരിക്കുന്ന ഗ്ലാൻഡ് എന്നാണ് അല്ലേ. ഇതിന് കിഡ്നിക്കുള്ളതുപോലെ തന്നെ രണ്ട് പാർട്ടുണ്ട്. എന്താണ്? അഡ്രീനൽ കോർട്ടക്സുമുണ്ട്, മെഡുല്ലയുമുണ്ട്. കോർട്ടക്സ് ഔട്ട്സൈഡ്, ഇൻസൈഡിലുള്ള പാർട്ട്, ഇന്നർ റീജിയനെ എന്ത് പറയും? എന്താണ്? മെഡുല്ല സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിനെ പറയുന്നതാണ് മെഡുലറി ഹോർമോൺ അല്ലേ. മെഡുലറി ഹോർമോൺ എന്ന് പറയുന്നത് എപ്പിനെഫ്രിൻ ഓർ അഡ്രിനാലിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ, നോർ അഡ്രിനാലിൻ. ഇങ്ങനെ രണ്ട് ഹോർമോണുകളാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് ഹോർമോണുകളും ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്? നോക്കൂ, കാറ്റക്കോൾ അമീൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. കാറ്റക്കോൾ അമീൻ എന്ന് പറയുന്നത് ഒരുതരം അമിനോ ആസിഡ് വിത്ത് കാറ്റക്കോൾ ഗ്രൂപ്പ് അല്ലേ. കാറ്റക്കോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻസീൻ റിങ്ങിൽ അടുത്തടുത്ത രണ്ട് OH ഗ്രൂപ്പ് വന്നാൽ അതിനെ എന്താണ്? കാറ്റക്കോൾ എന്നാണ് പറയുന്നത്. കാറ്റക്കോൾ ഗ്രൂപ്പുള്ള എന്താണ്? അമീൻസ്, അമിനോ ആസിഡ് അല്ലേ. അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആണ്. നോക്കൂ, അപ്പോൾ ഇത് ഏതാണ്? നോക്കൂ, these symptoms refers to release of catecholamines from adrenal medulla. Catecholamines are secreted by adrenal medulla. അതേസമയം കോർട്ടിക്കോഡ് ഹോർമോൺ ആണെന്ത്? കോർട്ടക്സ് സെക്രീറ്റ് ചെയ്യുന്നത്. കോർട്ടിക്കോഡ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോകോർട്ടിക്കോഡ് ഉണ്ട് അല്ലേ, മിനറലോ കോർട്ടിക്കോഡ് ഉണ്ട്, സെക്സ് കോർട്ടിക്കോഡ് ഉണ്ട്. ഇതെല്ലാം നമുക്കറിയാം. ആൽഫ സെൽസ് ഓഫ് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നത് ഏതാണ്? ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. ബീറ്റ സെൽസ് ഓഫ് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? അഡ്രീനൽ മെഡുല്ല. ഓക്കെ. അപ്പോൾ എന്താണ്? കെമിക്കൽ കോർഡിനേഷനകത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തീർന്നു. അടുത്തത് എന്താണ്? ആനിമൽ കിൻഡത്തിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ആനിമൽ കിൻഡം നോക്കൂ. സെലക്ട് ദി ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് എമംഗ് ദി ഓപ്ഷൻ ഗിവൺ ബിലോ വേർ ദി ബോഡി ക്യാവിറ്റി ഈസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡം ലൈൻ ചെയ്യാത്ത cavity is not lined by mesoderm. And instead, mesoderm is present as scattered pouches in between ectoderm and endoderm. നമുക്ക് ആദ്യം ബോഡി ക്യാവിറ്റി അല്ലെങ്കിൽ സീലോം നോക്കാം. നമുക്ക് ബോഡി ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേസ് ബിറ്റ്വീൻ ദി ബോഡി വാൾ ആൻഡ് എലിമെന്ററി കനാൽ. ഇഫ് ഇറ്റ് ഈസ് ലൈൻഡ് വിത്ത് mesodermal cells, mesodermal tissue, it is called coelom. If coelom is present in some animal, it is called coelomate animal. Coelomate animals പൊതുവെ എവിടെയാണ്? ഏത് ഗ്രൂപ്പിൽ പെടുന്നവരാണ്? അനിൽഡ തൊട്ട് കോഡേറ്റ വരെ ഉള്ളവരാണ് അല്ലേ. അനിൽഡ തൊട്ട് കോഡേറ്റ ഉള്ളവർ. അതേസമയം ഹസ്ഹെൽമിന്തസ് എന്താണ്? സ്യൂഡോസീലോമേറ്റ് ആണ്. സ്യൂഡോസീലോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റെഡ് ഓഫ് ദിസ് മീസോഡം ലൈനിങ് there are mesodermal pouches. Scattered mesodermal pouches are present. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതാണ് എന്ത്? മീസോഡർമൽ പൗച്ചസ് ഉള്ള എന്താണ്? സ്യൂഡോസീലോം, ഫാൾസീലോം. ഓക്കെ. അപ്പോൾ അത് എന്താണ്? അസ്ഹെൽമിന്തസ് ആണ് ഒരേ ഒരു എന്താണ്? സ്യൂഡോസീലോമേറ്റ് എന്ന് പറയുന്നത്.
അതേസമയം സീലോം ആബ്സെൻ്റ് ആണെങ്കിൽ ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് എസ്സീലോമേറ്റ് കണ്ടീഷൻ. എസ്സീലോമേറ്റ് ആയിട്ടുള്ള ആനിമൽസ് ഏതാണ്? പ്ലാറ്റി ഹെൽമിന്തസ് മാത്രമാണെന്ന് നമുക്കറിയാം. പ്ലാറ്റി ഹെൽമിന്തസ് അല്ലേ, പ്ലാറ്റി ഹെൽമിന്തസ് അല്ലേ, അതായത് എന്താണ് ഓർഗൻ ലെവൽ ആ ഹൈ ലെവലിലുള്ളത് അല്ലേ. ബോഡി ക്യാവിറ്റി ഇല്ല എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ എന്താണ് മൈനർ ഫൈലം ഒക്കെ നമുക്ക് പറയാം അല്ലേ. പക്ഷേ എന്താണ് NCERT ബേസ് അനുസരിച്ച് നമുക്ക് എസ്സീലോമേറ്റ് ഏതാണ്? പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ, ടേപ്പ് വോം, ലിവർ ഫ്ലൂക്ക് ആൻഡ് ഹുക്ക് വോം. നോക്കൂ, ടേപ്പ് വോം പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് എന്താണ് അവിടെ വെച്ച് നിർത്താം. റൗണ്ട് വോം, ഫൈലേറിയൽ വോം, ഹുക്ക് വോം. നോക്കൂ, ഇത് മൂന്നും എന്താണ് അസ്ഹെൽമിന്തസിൽ പെടുന്നതാണ്. അതായത് എന്താണ് റൗണ്ട് വോംസിൽ പെടുന്നതാണ്. റൗണ്ട് വോം, ഫൈലേറിയൽ വോം ആൻഡ് ഹുക്ക് വോം. അപ്പോൾ ഇത് തന്നെയാണ് എന്താ സ്യൂഡോ സീലോമേറ്റ് ആയിട്ടുള്ള ആനിമൽസ് അല്ലേ. എർത്ത് വോം ഉള്ളത് കൊണ്ടത് എന്താണ് മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇവിടെ നാലാമത്തെ ഓപ്ഷനും എർത്ത് വോം ഉണ്ട്, അതുകൊണ്ട് അത് സീലോമേറ്റ് ആണ്, അതുകൊണ്ട് പാടില്ല അല്ലേ. ഇത് രണ്ടും എന്താണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ സ്യൂഡോ സീലോമേറ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അടുത്തത് ദി സ്പേസ് ബിറ്റ്വീൻ ദി ഹംപ് ആൻഡ് നോക്കൂ, ഇതെന്ന് പറയുന്നത് മൊളസ്കയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് മൊളസ്ക. മൊളസ്ക എന്ന് പറയുന്നത് എന്താണ്? ദി ലാർജസ്റ്റ്, സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ്. ദി ബോഡി ഓഫ് ദി മൊളസ്ക ഈസ് സോഫ്റ്റ് ആൻഡ് അൺസെഗ്മെന്റഡ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് ഹെഡ്, വിസറൽ ഹംപ്, ഹെഡ് ആൻഡ് വിസറൽ ഹംപ് ആൻഡ് ഫുട്ട് അല്ലേ, ഫുട്ട്. ഇതാണ് എന്ത് അതിൻ്റെ ബോഡി ഡിവിഷൻ എന്ന് പറയുന്നത്. ബോഡി ഈസ് കവേർഡ് ബൈ calcareous shell. Body is covered by calcareous shell. Okay, and the most important characteristic feature of one of the most important characteristic feature of mollusk is presence of mantle. What is mantle? A fold of skin, a spongy layer of tissue cover the visceral hump of the mollusk. That means the visceral hump of the internal organs irikkunna part, it is covered by a spongy layer. It is called mantle. Between the mantle and the visceral hump, a space called the mantle cavity, in which the gills are placed. Okay, നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നോക്കൂ, the space between the hump and mantle, അതാണ് എന്ത് mantle cavity, mantle. Okay, then where feather like dash are present, gills are present. ഇവിടെ gills എന്ന് പറയുന്നത് respiratory and excretory structure ആണ്. അപ്പോൾ നോക്കൂ, എന്താണ് mantle and gills. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആണെന്ത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് മെറൈൻ ഹാബിറ്ററ്റ്, വെൻട്രൽ മൗത്ത്. മെറൈൻ ഹാബിറ്ററ്റ് ഉള്ളത് എന്താണ്? പല ആനിമൽസിലും മെറൈൻ ഹാബിറ്ററ്റ് ഉണ്ട്. വെൻട്രൽ മൗത്ത് എന്ന് പറയുന്നത് നോക്കൂ, കോൺട്രിക്സിസിനാണ് വെൻട്രൽ മൗത്ത് ഉള്ളത് അല്ലേ. ആബ്സെൻസ് ഓഫ് ഓപ്പർക്കുലം എന്ന് പറയുന്നത് ഗിൽ കവർ ആണ് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ഗിൽ സിറ്റ് എക്സ്പോസ്ഡ് ആണ്, ബിക്കോസ് ആബ്സെൻസ് ഓഫ് ഓപ്പർക്കുലം ഓർ ഗിൽ കവർ. പ്ലക്കോഡ് സ്കെയിൽസ് ആർ പ്രസന്റ് ഇൻ കോൺട്രിക്സിസ് ഓർ കാർട്ടിലേജിനസ് ഫിഷസ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ അല്ല, മോസ്റ്റ് ഓഫ് ദി കാർട്ടിലേജിനസ് ഫിഷസ് ഷോ എന്താണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, ബിക്കോസ് മെയിൽ ഹാവ് ക്ലാസ്പർ copulatory structure between the pelvic fins. ഓക്കെ, അപ്പോൾ വിവി പാരസ് ആണ് മിക്കവാറും എല്ലാവരും അല്ലേ. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് കാണുന്നില്ല. ഹൗ മെനി ഓഫ് ദി എബോവ് മെൻഷൻഡ് ക്യാരക്ടേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് മോസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ക്ലാസ് കോൺട്രിക്സിസ്. നോക്കൂ, കോൺട്രിക്സിസ് എന്ന് പറയുന്നത് കാർട്ടിലേജിനസ് ഫിഷ്. സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ. നോക്കൂ, നമുക്ക് കോൺട്രിക്സിസിൻ്റെ ഒരു ഫിഗർ നോക്കാം. ഇതെന്താണ്? സ്കോളിയോഡോൺ ഓർ ഡോഗ് ഫിഷ് അല്ലേ. നോക്കൂ, കണ്ടോ, ഇതിന് മൗത്ത് വെൻട്രൽ മൗത്താണ് കണ്ടോ, വെൻട്രൽ മൗത്താണ്.
ഇവിടെ ലാർജ് സ്കെയിൽസ് കാണുന്നില്ല ബിക്കോസ് ദേ ഹാവ് മൈന്യൂട്ട് സ്പൈ ലൈക്ക് മൈക്രോസ്കോപ്പിക് സ്കെയിൽസ് കോൾഡ് പ്ലക്കോഡ് സ്കെയിൽ. ഓക്കെ, ഇതൊക്കെ എന്താണ് കോൺട്രക്റ്റീസിൻ്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക് ആണ്. നോക്കൂ, അതുകൊണ്ട് പെൽവിക് ഫിൻ, ഇതാണ് എന്താ പെൽവിക് ഫിൻസ് എന്ന് പറയുന്നത്. പെൽവിക് ഫിൻ ഇതെന്താണ് പെക്ടറൽ ഫിൻ ആണ്. പെക്ടറൽ ഫിൻ മനസ്സിലായോ? പെൽവിക് ഫിന്നുമുണ്ട്, പെക്ടറൽ ഫിന്നുമുണ്ട്. Pectoral and pelvic fins are paired fins of fishes. In contrast, in male between the pelvic fin there is a copulative structure called clasper. So they show internal fertilization. Okay, നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ്, how many of the above mentioned characters are associated with the most of the members of class Chondrichthyes? Select the correct option. നോക്കൂ, marine habitat ആണ്. Chondrichthyes are exclusively marine. Ventral mouth ഉണ്ട്. Absence of operculum because operculum or gill cover absent. So gills are exposed. Placode scales, then external fertilization ഇല്ല. എന്നാൽ viviparous ആണ്. Most of them show viviparity. അപ്പോൾ എന്താണ് 1, 2, 3, 4, 5. അപ്പോൾ എന്താണ് തേർഡ് ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ്. ഓക്കെ, അടുത്ത് സെലക്ട് ദി സെറ്റ് ഓഫ് ലിംബുലസ് ആംബീബിയൻ. ലിംബുലസ് ആംബീബിയൻ എന്ന് പറഞ്ഞാൽ 2 pairs ഓഫ് ലിംസ് ഉള്ളത് ആർക്കാണ്? ടെട്രാപ്പോഡിനാണ്. ടെട്രാപ്പോഡ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ആംബീബിയൻ, റെപ്റ്റീലിയ, ദെൻ എവ്സ് ആൻഡ് മമ്മീലിയ. ഇതാണ് 4 എന്താണ് ടെട്രാപ്പോഡ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇതിനകത്ത് ആംബീബിയനും റെപ്റ്റൈൽസിനും എന്തുണ്ട്? ചിലതിന് എന്താണ് ലിംബ് ലെസ് ആണ് അല്ലേ. ലിംബുലെസ് ആയിട്ടുള്ള എന്താണ് ആംഫീബിയനിൽ ഒരു എക്സാമ്പിൾ എന്താണ്? ഇക്തിയോഫിസ് അല്ലേ, ഇക്തിയോഫിസ്. മനസ്സിലായില്ലേ? എന്നാൽ റെപ്റ്റൈൽസിൽ ലിംബുലെസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് അല്ലേ. അത് എന്താണ്? സ്നേക്സ് ആണ്. സ്നേക്സ് അല്ലേ, സ്നേക്സ്, ലിംബുലെസ് സ്നേക്സ് അല്ലേ. ഇക്തിയോഫിസ്, യൂറിയോട്ടിഫ്ലസ്, ഇതൊക്കെ എന്താണ് ആംഫീബിയനിൽ എ ഗ്രൂപ്പ് ഓഫ് ലിംബുലസ് ആംഫീബിയനാണ്. അതിനെ എപ്പോഡ എന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ നമ്മൾ അത്രയും പോകേണ്ട കാര്യമില്ല. ഏതായാലും ഇക്തിയോഫിസ് നമുക്ക് എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട് NCERT-യിൽ. അപ്പോൾ നമുക്ക് എന്താണ് നോക്കാം. സെലക്ട് ദി സെറ്റ് ഓഫ് ലിംബുലസ് ആനിമൽ. നോക്കൂ, ഇക്തിയോഫിസും വൈപ്പർ എന്താണ്? വൈപ്പർ എ സ്നേക്ക് അല്ലേ, സ്നേക്ക്. അപ്പോൾ ഇതാണെന്ത് ആൻസർ. ഒന്നാമത്തെ തന്നെയാണ് ആൻസർ. സലമാൻഡ്ര ഒരു ടെയിൽഡ് ആംഫീബിയനാണ്. ലിംസ് ഉണ്ട്. ഇക്തിയോഫിസ് നമ്മൾ പറഞ്ഞു ബഫോ ടോഡാണ്. നാജ കോബ്രയാണ്. ഹൈല എന്താണ്? ലിംബുള്ള ഒരു എന്താണ് ഫ്രോഗാണ്. ട്രീ ഫ്രോഗ്. ബംഗാരസ് എന്താണ്? ക്രൈറ്റ് എന്ന് പറയുന്ന ഒരു സ്നേക്കാണ്. അപ്പോൾ ആൻസർ എന്താണ്? ഫസ്റ്റ് ഓപ്ഷനാണ്. അടുത്തത് നോക്കൂ, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസിലെ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു റാണ ടൈഗ്രിന എന്താണ്? ഫ്രോഗാണ് അല്ലേ, നമ്മുടെ കോമൺ ഫ്രോഗാണ് എന്ത്? റാണ ടൈഗ്രിന എന്ന് പറയുന്നത് അല്ലേ. നോക്കൂ, എന്തൊക്കെയാണ് നോക്കാം. സ്പെഷ്യൽ വീനസ് കണക്ഷൻ ബിറ്റ്വീൻ ലിവർ ആൻഡ് ഇൻറ്റസ്റ്റൈൻ ഈസ് നോൺ ആസ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. നോക്കൂ, പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പോർട്ടൽ സിസ്റ്റം പോർട്ടൽ വെയിൻ അടങ്ങുന്ന സിസ്റ്റമാണ് പോർട്ടൽ സിസ്റ്റം. പോർട്ടൽ വെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിഗിൻസ് വിത്ത് കാപ്പിലറീസ് ആൻഡ് എൻഡ്സ് വിത്ത് കാപ്പിലറീസ്. അതാണ് എന്താ? പോർട്ടൽ വെയിൻ അല്ലേ, പോർട്ടൽ വെയിൻ എന്ന് പറയുന്നത്. ഹെപ്പാറ്റിക് പോർട്ടൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എന്താണ് പോർട്ടൽ സിസ്റ്റം കണക്റ്റഡ് ബിറ്റ്വീൻ ദി ലിവർ ആൻഡ് ദി പാർട്ട് ഓഫ് ദി ഇൻറ്റസ്റ്റൈൻ അല്ലേ. അതാണ് എന്ത്? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ, ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഈ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റവും അതുപോലെ തന്നെ റീനൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്ന മറ്റൊരു സിസ്റ്റവും നമ്മുടെ ഫ്രോഗിലുണ്ട്. റീനൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വീനസ് കണക്ഷൻ ബിറ്റ്വീൻ ദി കിഡ്നി ആൻഡ് ലോവർ പാർട്ട് ഓഫ് ദി ബോഡി. അതാണെന്ത്? റീനൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. റീനൽ പോർട്ടൽ സിസ്റ്റം അല്ലേ. ഇനി ഇത് കൂടാതെ നമ്മുടെ എന്താണ് ഫ്രോഗിന് വേറൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനത്തെ ഹാർട്ടാണ് ഇതിനുള്ളത്? 3 ചേംബേർഡ് ഹാർട്ട് അല്ലേ. 3 ചേംബേർഡ് ഹാർട്ടാണ്. 3 ചേംബേർഡ്, അതായത് എന്താണ്?
നോക്കൂ, 2 ഓറിക്കിള് 1 വെൻട്രിക്കിൾ, 2 ഓറിക്കിള് 1 വെൻട്രിക്കിൾ. കണ്ടോ, 2 ഓറിക്കിളും 1 വെൻട്രിക്കിളുമാണ് ഇതിനുള്ളത്. മനസ്സിലായില്ലേ? ഇത് കൂടാതെ എന്താണ്, ബ്ലഡ് വെസൽസ് ഉണ്ട്, ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്. ഇതിൻ്റെ മെയിൻ ആർട്ടറി എന്ന് പറയുമ്പോൾ എന്താണ്, നോക്കൂ, മെയിൻ ആർട്ടറിയും ഉണ്ട്, വെയിനും ഉണ്ട്, അല്ലേ? പ്രധാന വെയിനുകൾ ഏതാണ്? സുപ്പീരിയർ വീനക്കാവ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ. നമ്മുടെ സുപ്പീരിയർ വീനക്കാവ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ എവിടെയാണ് തുറക്കുന്നത്? ഇൻ ദി റൈറ്റ് ഏട്രിയം. പക്ഷേ ഇതിന് റൈറ്റ് ഏട്രിയത്തിലേക്കല്ല തുറക്കുന്നത്, ഒരു സ്പെഷ്യൽ ചേംബർ ഉണ്ട്. അതിനെ പറയുന്നത് സൈനസ് വീനോസസ് എന്നാണ്. സൈനസ് വീനോസസ്, സൈനസ് വീനോസസ് എന്ന് പറയും. അപ്പോൾ സൈനസ് വീനോസസ് ഉണ്ട് ആർക്ക്? ഫ്രോഗിന്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാന ആർട്ടറീസ് തുറക്കുന്നത് വെൻട്രിക്കിളിൽ നിന്ന് നേരിട്ട് എന്താണ്, ആർട്ടറി പോകുന്നില്ല, മറിച്ച് എന്താണ്, മറ്റൊരു ചേംബറിലേക്കാണ്. അതിനെ പറയുന്നത് ട്രങ്കസ് ആർട്ടീരിയോസസ് എന്നാണ്. ട്രങ്കസ് ആർട്ടീരിയോസസ്, ട്രങ്കസ് അപ്പോൾ സൈനസ് വീനോസസും ട്രങ്കസ് ആർട്ടീരിയോസസും ഉള്ളത് ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ ഇവരുടെ ബ്ലഡിനകത്ത് ബ്ലഡ് സെൽസ്, എരിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയേറ്റഡ് RBC ആണ്. ന്യൂക്ലിയേറ്റഡ് RBC നമുക്ക് എന്താണ്, നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്, അല്ലേ? ഇതെല്ലാമാണ് പ്രധാനമായിട്ടും ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റത്തെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു ട്രാണാടൈഗ്രിന? സ്പെഷ്യൽ വീനസ് കണക്ഷൻ ബിറ്റ്വീൻ ലിവർ ആൻഡ് ഇൻറ്റസ്റ്റൈൻ ഈസ് നോൺ ആസ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഓക്കെ. ലിംഫ് ലാക്ക് ഫ്യൂ പ്രോട്ടീൻ ആൻഡ് RBC. ലിംഫ് എന്ന് പറയുന്നത് ബ്ലഡിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ്. അതിനകത്ത് എന്താണ്, പ്രോട്ടീൻ, ലാർജ് പ്രോട്ടീൻ ഉണ്ടാകത്തില്ല, RBC ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കളർലെസ് ആണ് ഈ ഫ്ലൂയിഡ്, അല്ലേ? അപ്പോൾ ലിംഫ് നോക്കൂ, അപ്പോൾ അത് ശരിയാണ്. സ്പെഷ്യൽ വീനസ് കണക്ഷൻ ബിറ്റ്വീൻ കിഡ്നി ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി. അപ്പർ പാർട്ട് അല്ല, എന്താണ്, ലോവർ പാർട്ടാണ്, അല്ലേ? ലോവർ പാർട്ട്. അപ്പോൾ ഇവിടെ ഇതെന്താണ്, ഇത് തെറ്റാണ്, അല്ലേ? false statement. The ventricles opens into a sac like conus arteriosus on the ventral side. Conus arteriosus എന്ന് പറയുന്നത് എന്താണ്, ട്രങ്കസ് ആർട്ടീരിയോസസ് ഫോം ചെയ്യുന്ന ഒരു ചേംബറാണ് കോണസ് ആർട്ടീരിയോസസ്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി വെൻട്രൽ സൈഡ്, sinus venosus on the dorsal side. Okay, the ventricle opens into a sac like conus arteriosus on the ventral side of the ഹാർട്ട്. ഇതും ശരിയാണ്, അല്ലേ? അപ്പോൾ എന്താണ്, ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്? ഇതാണ്, മൂന്നാമത്തതാണ്, തേർഡ് ഓപ്ഷനാണ് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തത് ഒരു അസർഷൻ റീസൺ ആണ്. അസർഷൻ റീസൺ, ഇഫ് വി കട്ട് ദി നെർവസ് സപ്ലൈയിങ് ഓഫ് ദി ഹാർട്ട് ഓഫ് ഫ്രോഗ് ഇറ്റ് വിൽ സ്റ്റോപ്പ് ബീറ്റിംഗ്. The reason the heart of frog is neurogenic. നോക്കൂ, the heart of frog neurogenic അല്ല. ഹാർട്ട് ഓഫ് ഫ്രോഗ് ന്യൂറോജനിക് അല്ല. കാരണം ന്യൂറോജനിക്കും മയോജനിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഹാർട്ട് മയോജനിക്കാണ്. വെർട്ടിബ്രേറ്റ് ഹാർട്ട് പൊതുവെ മയോജനിക്കാണ്. എന്തുകൊണ്ടാണ്? ഹാർട്ട് ബീറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മസിൽ, നോഡൽ ടിഷ്യൂ കോൾഡ് എന്താണ്, സൈനോ ഓറിക്കുലാർ നോഡ് ഓർ SA നോഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് SA നോഡ്. ഇറ്റ് ഈസ് ദി പേസ് മേക്കർ ഓഫ് ദി എന്താണ്, ഹാർട്ട്, അല്ലേ? അതുകൊണ്ട് SA നോഡ്, അല്ലേ? നോക്കൂ, അതുകൊണ്ട് മയോജനിക് ഹാർട്ടാണ്. നമ്മുടെ വെർട്ടിബ്രേറ്റ് ഹാർട്ട് പൊതുവെ മയോജനിക് ഹാർട്ടാണ്. എന്നാൽ ഇൻവെർട്ടിബ്രേറ്റിൽ, നോൺ കോഡേറ്റിൽ ഹാർട്ട് ഈസ് പ്രസൻറ്റ്. ഹാർട്ട് ഉണ്ടെങ്കിൽ അത് സാധാരണ രീതിയിൽ ന്യൂറോജനിക്കാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, നെർവ് സെല്ലാണ് എന്താണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഹാർട്ട് ബീറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്, അപ്പോൾ നോക്കൂ, നമുക്ക് ഓപ്ഷൻ ഒന്നുകൂടി നോക്കാം. ഇഫ് വി കട്ട് ദി നെർവ് സപ്ലൈയിങ് ദി ഹാർട്ട് ഓഫ് ഫ്രോഗ് ഇറ്റ് വിൽ സ്റ്റോപ്പ് ബീറ്റിംഗ്. എന്താണ്, നെർവ് കട്ട് ചെയ്തെന്നാലും എന്താണ്, ഹാർട്ട് ഓഫ് ഫ്രോഗ് ഇറ്റ് വിൽ സ്റ്റോപ്പ് ബീറ്റിംഗ്. നോക്കൂ, അത് സ്റ്റോപ്പ് ചെയ്യത്തില്ല, അല്ലേ? നോക്കൂ, അപ്പോൾ എന്തുകൊണ്ട്, അത് മയോജനിക് ഹാർട്ടാണ്. ദി ഹാർട്ട് ഓഫ് ഫ്രോഗ് ഈസ് ന്യൂറോജനിക്, അതും തെറ്റാണ്, അല്ലേ? അപ്പോൾ രണ്ടും തെറ്റാണ്. അതുകൊണ്ട് നോക്കൂ, അതുകൊണ്ട് ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ്, അല്ലേ? രണ്ടും തെറ്റാണ്. മനസ്സിലായോ? അടുത്തത്, മാച്ച് ദി കോളം 1 ആൻഡ് കോളം 2 വിത്ത് റെഫറൻസ് ടു കോക്രോച്ച്. കോക്രോച്ചിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഹെപ്പാറ്റിസ് CK, മാൽപീജിയൻ ട്യൂബ്യൂൾസ്, സ്പൈറക്കിൾസ് ആൻഡ് ഒമെറ്റീഡിയ ഇൻ ഈച്ച് ഐ.
ഹെപ്പാറ്റിസ് സി കെ എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ, കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്. മാൽപീജിയൻ ട്യൂബ്യൂൾ എന്ന് പറയുന്നത് എക്സ്ക്രീറ്ററി സ്ട്രക്ചറാണ്, പ്രൈമറി എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ഓഫ് ദി cockroach. Then spiracles are opening of the respiratory system, tracheal system of the cockroach. Okay, spiracles എന്ന് പറയുന്നത് 10 pairs of spiracles ആണുള്ളത്, 10 pairs of spiracles. Ommatidia എന്ന് പറയുന്നത് the simple and single unit of the compound eye of cockroach. The simple and single unit of എന്താണ് കോമ്പൗണ്ട് ഐ ഓഫ് കോക്രോച്ച്, അതാണ് ഒമറ്റീഡിയ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈച്ച് ഐ കണ്ടെയ്ൻ 2000 ഒമറ്റീഡിയ. അതേസമയം ഹെപ്പാറ്റിസ് സി കെ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നോക്കാം. നോക്കൂ, ഇത് എന്താണ് ഹെപ്പാറ്റിസ് സി കെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പാർട്ട് ഓഫ് ദി ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദി ഗിസാർഡ് ആൻഡ് ദി മിഡിൽ മീസെൻട്രോം. കണ്ടോ, ഇതാണെന്ത് ഹെപ്പാറ്റിസ് സി കെ എന്ന് പറയുന്നത്. It is about 6 to 8 tubule, brine tubule between the gizzard and mesentery. Okay, അതാണെന്ത് ഹെപ്പാറ്റിസ് സി കെ എന്ന് പറയുന്നത്. ഹെപ്പാറ്റിസ് സി കെ 6 to 8. It is what is the function of hepatic CK? Hepatic CK is also called gastric CK. It secretes the digestive enzyme. മാൽപീജിയൻ ട്യൂബ്യൂൾ എന്ന് പറയുന്നത് 100 to 150 ആണ്. 100 to 150 between the mesenteron and the ileum, അതായത് മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ടിന് ഇടയ്ക്കുള്ള ജംഗ്ഷനിലാണ് എന്താണ് മാൽപീജിയൻ ട്യൂബ്. ഇറ്റ് ഈസ് യെല്ലോ കളർഡ് ആൻഡ് ഫിലമെൻ്റ് ലൈക്ക്. ഓക്കെ, 100 to 150 ഉണ്ട്. സ്പൈറക്കിൾ എന്ന് പറയുന്നത് എന്താണ്, ദി ലാറ്ററൽ ഓപ്പണിംഗ് ഓഫ് ദി നെർവ് എന്താണ് റെസ്പിറേറ്ററി സിസ്റ്റം ഓഫ് കോക്രോച്ച്. അത് 10 pairs ആയതുകൊണ്ട് 20 ആണുള്ളത്, 20. ഓക്കെ, ദെൻ ഒമറ്റീഡിയ എത്രയാണ്, ഓരോ ഐയിലും 2000. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ഹെപ്പാറ്റിസ് സി കെ എത്രയുണ്ട്, 6 to 8 അല്ലേ. അപ്പോൾ എക്ക് എന്താണ് 1. കണ്ടോ, മാൽപീജിയൻ ട്യൂബ്യൂൾ ബിക്ക് അത് തന്നെയാണ് അല്ലേ. സ്പൈറക്കിൾ സി എന്താണ് 3 തന്നെ, 20 ഇൻ നമ്പർ. കണ്ടോ, ഒമറ്റീഡിയ 2000 ഇൻ നമ്പർ അല്ലേ, ഇൻ ഈച്ച് ഐ അല്ലേ. അപ്പോൾ എന്താണ് D4 തന്നെയാണ്. അപ്പോൾ A1, B2, C3 ആൻഡ് D4. കണ്ടോ, ഇതാ. നമുക്ക് എന്താണ് കോക്രോച്ചിനകത്തുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. നോക്കൂ, ഇത് മനസ്സിലായോ? ഇവിടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എക്സ്ക്രീറ്ററി സ്ട്രക്ചർ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. നോക്കൂ, ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്താണ് ഇവിടെ ചെയ്തത്. ഇത് എല്ലാം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.